ഒരു ചായ. ഇതാ തരാം. അല്ല രമേ, 2 ദിവസമായല്ലോ കണ്ടിട്ട്, എന്തു പറ്റി? ഇവൾക്ക് സുഖമില്ലായിരുന്നു കുമരേട്ടാ, അതാ വരാഞ്ഞ്. ആഹാ, എന്താ പറ്റിയേ? ഇവൾക്ക് വൈറൽ ഫീവർ ആയിരുന്നു, ഇപ്പം മാറിയിട്ടോ. അല്ല രമേ, എന്തായി നീ വീട് പണിയൊക്കെ? കുറേ എല്ലാം മുടങ്ങിക്കിടക്കണു. ഒക്കെ നടക്കും, ഉടൻ തുടങ്ങും കുമാരേട്ടാ. പൈസയൊക്കെ റെഡിയായോ? ആ, അതൊക്കെ ഉടനെ ശരിയാവും കുമാരേട്ടാ. ഞാനൊരു വഴി കണ്ടിട്ടുണ്ട്. വിശേഷങ്ങളൊക്കെ പിന്നെ പറയാ. ശ്രീദേവി ചേച്ചി ഒറ്റയ്ക്കായിരിക്കും, പിന്നെ ചെല്ലട്ടെ. ആയിക്കോട്ടെ. ശരി, എന്നാ പിന്നെ കാണാം. മോളെ നോക്കി ആടണട്ടോ. അമ്മ ഇപ്പൊ വരാ, ശ്രദ്ധിച്ചിരിക്കണേ, വീഴരുതിട്ടോ. ചേച്ചി, അമ്മ ഉള്ളിൽ പോയിട്ട് വരാട്ടോ. ചേച്ചി, ഓ ഈ ചേച്ചി എവിടെ പോയി കിടക്കുക? ചേച്ചി, ചേച്ചി, വിളിച്ച വിളി കൂടി കേൾക്കില്ല. മനുഷ്യനെ അങ്ങോട്ട് പേടിപ്പിക്കാൻ. ചേച്ചി, 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 വാതിലൊക്കെ തുറന്നിട്ട് ഈ ചേച്ചി എവിടെ പോയി കിടക്കാണാവോ? ചേച്ചി, ചേച്ചി, ഇനിയിപ്പോ മുകളിലാണാവോ? ചേച്ചി, 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 ഞാൻ ഇന്ന് വീട്ടിൽ നിന്ന് വരുമ്പോഴേ നല്ല നാടൻ തേരുമുളക് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഊണിന് വറുത്താലോ ചേച്ചിയെ? പിന്നെന്താ, ഊണിനെ കൊണ്ടാട്ടമുളക് ഉണ്ടെങ്കിൽ പിന്നെ വേറൊന്നും വേണ്ട. അല്ല, വീട്ടിലുണ്ടാക്കിയതാണോ? ആ ചേച്ചി. ആരാ ഈ സമയത്ത് ഗേറ്റിന് പുറത്ത്? ആരാ നോക്കരുമേ? അത് നമ്മുടെ സതീഷ് ചേട്ടനാ ചേച്ചി. കേറി വാ സതീഷേ. രമേ, നീ പോയി ചായ ഉണ്ടാക്ക. ശരി ചേച്ചി. അമ്മായി, നിങ്ങളെ സൽക്കാരം സ്വീകരിക്കാൻ വന്നതല്ല ഞാൻ പറഞ്ഞ കാര്യം എന്തായി? സതീഷ, അത് നടക്കില്ലെന്ന് ഞാൻ അന്നേ പറഞ്ഞതല്ലേ. ചെറിയ സംഖ്യയാണെങ്കിൽ എന്തെങ്കിലും ഞാൻ തന്നേനെ. ഇതിപ്പോ നീ ചോദിക്കുന്നത് 10 ലക്ഷം അല്ലേ? 10 ലക്ഷമല്ലേ ചോദിച്ചുള്ളൂ. ഇട്ട് മൂടാനുള്ള സ്വത്തുണ്ടല്ലോ കയ്യില്. പോരാഞ്ഞ് പുന്നാര മോൻ അമേരിക്കയിൽ നിന്ന് മാസം മാസം ലക്ഷങ്ങൾ അയക്കുന്നു. ഓസിക്കല്ലോ, കടായിട്ടല്ലേ ചോദിച്ചത്. എന്റെ സ്ഥലം വിറ്റ ഉടനെ തിരിച്ചു തരാന്ന് ഞാൻ പറഞ്ഞല്ലേ. ഏത് സ്ഥലം? നിന്റെ സ്ഥലവും വീടോ? അത് വിൽക്കാൻ നിന്റെ ഭാര്യയും കുട്ടികളും സമ്മതിക്കില്ല, അതെനിക്കറിയാം. പിന്നെ കിട്ടണ കാശോണ്ടേ കൊള്ളം കുടിച്ചടക്കം പോക്കണായിരുന്നു. അപ്പൊ നിങ്ങൾ തരില്ല അല്ലേ? 10 ലക്ഷം ഒന്നും തരാൻ പറ്റില്ല. ചെറുത് വല്ലാണെങ്കിൽ നോക്കായിരുന്നു. അമ്മായിന്ന് വിളിച്ച നാവ് കൊണ്ട് പറട്ട തള്ളേന്ന് എന്നെ കൊണ്ട് വിളിപ്പിക്കരുത്. നിങ്ങളെ കയ്യിൽ നിന്ന് വാങ്ങാനൊക്കെ എനിക്കറിയാം, എന്നെ കൊണ്ടത് ചെയ്യിപ്പിക്കരുത്. നിങ്ങൾ പൈസ തരുന്നുണ്ടോ ഇല്ലയോ? നിനക്ക് തരാൻ എന്റെ പൈസ ഇല്ല. തളച്ചെവിയിൽ നുള്ളിക്കോ. ഇതിനുള്ളത് ഞാൻ തന്നിരിക്കും.
ഓടാ ചെറുക്ക. എന്താ ചേച്ചി പ്രശ്നം? ചെലക്കണ്ട പണിയെടുക്കണം അവിടെ. എന്താ ചേച്ചി പ്രശ്നം? ഒന്നുമില്ലടാ മക്കളെ. അവനെ കള്ളുള്ളിലിറങ്ങിയ പിന്നെ എന്നെ കുറെ ചീത്ത പറയണം. അതവന്റെ സ്വഭാവാ. ആ, കുടിക്കാൻ എന്തേലും വേണോ? സംഭാരം എടുത്താലോ? വേണ്ട ചേച്ചി. ചേച്ചി നാസ്തയാക്കിയോ? ഇല്ലടാ, കഴിക്കണം. ആ, പിന്നെ എന്നാ നാട്ടു പോണത്? ശനിവാർ ജയക ചേച്ചി. പിന്നെ 2 ആഴ്ച നാട്ടിലാ. പോണേന്റെ മുന്നേ പറയണട്ടോ. നല്ല കടുമാങ്ങാച്ചാറ് തരാം. അതെ, കൊണ്ടുപോയിട്ട് വീട്ടുകാർക്കൊക്കെ കൊടുക്കൂ. എല്ലാവർക്കും ഇഷ്ടാവും. ആ ശരി, കൊടുക്കാം. ആ, എന്നാ ശരി, പണി നടക്കട്ടെ. ആ സതീശേട്ടൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്തതാണ് സാർ. അപ്പൊ ഇതൊക്കെയാണ് അന്ന് സംഭവിച്ചതല്ലേ? 50 പവനും ഏകദേശം 50 ലക്ഷം രൂപയാണ് അന്ന് മോഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. നീ പറഞ്ഞ് ശരിയാണെങ്കിൽ അവന് 10 ലക്ഷം രൂപയുടെ ആവശ്യമുള്ളൂ. അത് പൈസയല്ലേ സാർ, ഒരാൾക്ക് എത്ര കിട്ടിയാലും കഴിക്കൊന്നുമില്ലല്ലോ. അതും ശരിയാണ്. മഹേഷേ, താനൊരു കാര്യം ചെയ്യും. നീ ആ സതീശനെ പറ്റി ഒന്ന് അന്വേഷിക്കും. യെസ് സാർ. അതെ, പോകുമ്പോ കരീമിനെ വിളിച്ചേക്ക്. നീ പറഞ്ഞൊക്കെ സത്യമാണല്ലോ അല്ലേ? ഇപ്പൊ നിനക്ക് പോവാം. നിന്റെ അസുഖവും നിന്റെ കുഞ്ഞിന്റെ അസുഖവും നിന്റെ ലീവും എല്ലാം ഞാനൊന്ന് അന്വേഷിക്കട്ടെ. ഞാനങ്ങോട്ട് വരുന്നുണ്ട്. ഇപ്പം വിട്ടോ. സാറിനെ വിളിച്ചോ? ഇരിക്കടോ. കരീമേ, നമുക്കൊരിടം വരെ പോണം. കുറച്ച് ആൾക്കാരെ കാണാനുണ്ട്. പോയാലോ? ശ്രീദേവി മർഡർ? യെസ്. ഇനി വൈകിച്ചാൽ ചിലപ്പോൾ കയ്യിൽ നിന്ന് പോകും. പോയേക്കാം. പിന്നെ ഞാൻ എപ്പോഴേ റെഡി. എന്നാലും ഇത്തിരി കടന്നുപോയി. ആ തള്ളയുടെ 2 ചെവി അറുത്തിരിക്കുന്നു. അതാ ഞാൻ പറഞ്ഞ് ഈ ബംഗാളികളൊന്നും ഒരിക്കലും വിശ്വസിക്കരുതെന്ന്. പിന്നെ ആ സ്ത്രീ സ്വന്തം മക്കളെപ്പോലെയാണ് അവരെ നോക്കിയിരുന്നത്. എൻ്റെ മെമ്പർ, നിങ്ങൾ വെറുതെ ഇല്ലാവനം പറയല്ലേ. ആ പിള്ളേർ പാവങ്ങളാന്നേ. എന്തു പാവം. പണ്ടോ മണം കണ്ടു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ തനി സ്വഭാവം പുറത്തു വരും. ഇതൊന്നുമില്ല. ശനിയാഴ്ച ആ പിള്ളേർ വണ്ടി കയറി പോണത് ഇവിടെ കണ്ടവരുണ്ട്. പിന്നെ ശ്രീ ചേച്ചി ഞായറാഴ്ച ഇവിടെ കടയിൽ വന്നതല്ലേ? ഇല്ലേ കുമാരാ? വന്നൂന്ന് മാത്രമല്ല, കുറെ നേരം വർത്താനം പറഞ്ഞിട്ടാ പോയത്. പാവം. ആണോ? രേമയില്ലാത്തതുകൊണ്ട് ചേച്ചിയല്ലേ വന്ന് പരിപാടി വാങ്ങിക്കൊണ്ടുപോയത്? എൻ്റെ സംശയം സതീശനെയാ. അവനാണ് മൂർഖനാ, ഉല്ലാണി മൂർഖൻ. അവൻ അവൻ്റെ അമ്മായിനെ കൊല്ലും. മെമ്പറേ, നിങ്ങളുടെ സ്വത്ത് മകന് കൊടുക്കില്ല എന്ന് പറഞ്ഞു നോക്കിയേ. അപ്പോൾ നിങ്ങളുടെ സ്വന്തം മകൻ നിങ്ങൾ വെട്ടിക്കൊല്ലും. ഇത് ശരിയാണ്. ഇത് കലികാലല്ലേ, അതും അതിൻ്റെ അപ്പുറം നടക്കും. എന്ത് പറയാനാ അയമ്മയുടെ ഒരു അവസ്ഥ. ശരി, പോവാം. സാർ, കൊല്ലപ്പെട്ട ശ്രീദേവിയുടെ മകൻ വന്നിട്ടുണ്ട് സാർ. വരാൻ പറയൂ. ഇരിക്കൂ. സാർ, ഞാൻ ശ്രീദേവിയുടെ മകനാണ്. പേര് വരുൺ. ഞാൻ മെമ്പർ പീതാംബരനാണ് സാർ. അറിയാം സാറേ. ഇപ്പോൾ ഈ കേസ് അടുത്തെങ്ങാനും തെളിയിക്കാൻ വല്ല സാധ്യതയുണ്ടോ? ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. ശ്രമിച്ചാൽ പോരെ സാർ. കൊല്ലപ്പെട്ടത് എൻ്റെ അമ്മയാണ്. എനിക്കത് ആരാന്ന് അറിഞ്ഞേ പറ്റൂ. ഞങ്ങൾ എല്ലാ രീതിയിലും ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾക്കാരെയും സംശയമുണ്ടോ? അമേരിക്കയിൽ കിടക്കുന്ന ഇവനാരും സംശയിക്കാൻ. പക്ഷെ ഞങ്ങൾക്ക് ചില സംശയങ്ങളുണ്ട്. പറ, നിങ്ങൾക്കാരെയും സംശയം? നീ പറഞ്ഞാ മതി. ഏ പറഞ്ഞാ മതി.
കരീമേ, ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അനുസരിച്ച് ശ്രീദേവി അമ്മ ഞായറാഴ്ച രാത്രിയാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. കഴുത്തറുത്താണ് കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത്. കൂടാതെ 2 ചെവിയും മുറിച്ചെടുത്തിട്ടുണ്ട്. കഴുത്തറുത്ത് കൊന്ന ഒരാളുടെ ചെവി മുറിച്ചത് എന്തിനായിരിക്കും? സാർ, എൻ്റെ അഭിപ്രായത്തിൽ കില്ലർ ഒരു സൈക്കോ ആയിരിക്കും. അല്ലെങ്കിൽ ചെവിയൊക്കെ അറുത്ത് മാറ്റുക എന്ന് പറഞ്ഞാൽ... ശരിയാണ്. നമ്മുടെ സസ്പെക്ട് ലിസ്റ്റിൽ ഇപ്പോൾ 3 പേരാണ് ഉള്ളത്. ഒന്ന് ബന്ധുവായി സതീശൻ, മറ്റേത് വാടകക്കാരായ ബംഗാളികൾ. സാർ, നമുക്ക് കിട്ടിയ വിവരം അനുസരിച്ച് ബംഗാളികളാവാൻ ചാൻസ് ഇല്ല. കാരണം സാറ്റർഡേ ഈവനിങ് 5 മണിക്ക് ഇവർ ട്രെയിനിൽ ടിക്കറ്റ് എടുത്ത് പോയിട്ടുണ്ട്. അത് കണ്ട നാട്ടുകാരും ഉണ്ട്. പിന്നെയുള്ളത് സതീശൻ. കേട്ടെടുത്തോളം ആളൊരു പരമചറ്റയാ. സാറ പരമ? യെസ്, അവളെയും ലിസ്റ്റിലിട്ടേ പറ്റൂ. എന്തൊക്കെയോ പന്തികേട് തോന്നി എനിക്ക്. എന്തായിടോ, ആളെ പൊക്കിയോ? ജസ്റ്റ് മിസ്സായി സാർ. പക്ഷേ അവൻ എവിടെയുണ്ടെന്ന് ഇപ്പോൾ എനിക്കൊരു കോൾ വന്നു. എന്ത് ചെയ്യണം സാർ? എന്നാ പിന്നെ നമുക്ക് അവനെ പൊക്കാം. കുമാരേട്ടാ, പറ്റിലെഴുതിക്കോ. തന്നാ മതി. പിടിക്കേ. എന്നാ പോയാലോ? സാറ് പറഞ്ഞത് ശരിയാ. ഞാനന്ന് വീട്ടിൽ പോയിരുന്നു. ചെറിയ വഴക്കുണ്ടായി. അതൊക്കെ കള്ളിൻ്റെ പുറത്തായതുകൊണ്ടാ. ഓഹോ, കള്ളു കുടിച്ചാൽ നീ എന്തും ചെയ്യോ? സാറേ, അത് എൻ്റെ അമ്മായിയാണ്. എൻ്റെ അച്ഛൻ അവകാശപ്പെട്ട കുറേ സ്വത്ത് അവർ കൈവശപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. അച്ഛൻ മരിച്ചാലെങ്കിലും അത് തരുമെന്ന് വിചാരിച്ചു. അത് തരാത്തോണ്ടാണ് ഞാൻ പോയി വഴക്കുണ്ടാക്കിയത്. അല്ലാതെ... നീ സത്യം പറ, ശനിയാഴ്ച രാത്രി നീ എവിടെയായിരുന്നു? സാറേ, ശനിയാഴ്ചയും ഞായറാഴ്ചയും മുഴുവൻ ഞാൻ ഹോസ്പിറ്റലായിരുന്നു. എൻ്റെ വൈഫ് അവിടെ അഡ്മിറ്റാ. സാർ ആരോട് വേണമെങ്കിൽ ചോദിക്കോ. അതൊക്കെ ഞങ്ങൾ അന്വേഷിച്ചോളാം. തൽക്കാലം നീ ഇവിടെ കിടക്ക്. കരിമേ, ഇവനെ പിടിച്ച് കൂട്ടിട്. ഹലോ ഹലോ, ശ്രീനി ഫ്രം സൈബർ സെൽ. ഹൗ കൻ ഐ ഹെൽപ്പ് യു സർ? ഹലോ. ഹലോ. ആ ശ്രീനി, ഞാൻ SH ഉദയനാണ്. എനിക്കൊരു 4 നമ്പറിന്റെ ഡീറ്റെയിൽസ് വേണം. ഒന്ന് സംഘടിപ്പിച്ചു തന്നൂടെ? ആ സർ, സാർ നമ്പർ വാട്സപ്പ് ചെയ്തോളൂ. ഒരു 8 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ സാറിനെ വിളിക്കാം. ഓക്കെ ശ്രീനി, താങ്ക് യു. നമ്പർ ഞാൻ വാട്സപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക്സ്. ഒടുവിൽ ഞങ്ങൾ കാളെ കിട്ടി. ഈ നിൽക്കുന്ന 4 പേരിൽ ഒരാളാണ് പ്രതി. സർ, നിങ്ങൾ ഈ സതീശനെ പിടിച്ചു വച്ചിരിക്കുന്നത് എന്തിനാണ്? സംഭവ ദിവസം രാത്രി മുഴുവൻ അവൻ അവൻ്റെ വൈഫിൻ്റെ കൂടെ ഹോസ്പിറ്റലിലായിരുന്നു. ആയിരുന്നു, ഞങ്ങളത് കൺഫേം ചെയ്തിട്ടുണ്ട്.
ഇവനെ അറസ്റ്റ് ചെയ്തിട്ടൊന്നുമില്ല. വരണേ ഞാൻ ഇയാളോട് 100 പ്രാവശ്യം പറഞ്ഞാണ്, കേട്ടില്ല. സതീശൻ കള്ളു കുടിക്കും എന്ന് കരുതി സ്വന്തം ചോരയെ കൊല്ലാൻ മാത്രം ദുഷ്ടനൊന്നുമല്ല. നീ മിണ്ടരുത്. കേസൊന്നും ചാർജ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് അവനെ കൊണ്ടുപോവാം. ഇതിൽ ആരാണ് സാർ പ്രതി? ഞങ്ങൾക്ക് അതറിയണം. മാറി നിൽക്കണേ. ഇനി ഈ 3 പേരും പൈസയ്ക്ക് ആവശ്യമുള്ളവരാണ്. മാത്രമല്ല നിങ്ങളുടെ അമ്മ സ്വന്തം മക്കളെ പോലെയാണ് ഇവരെ സ്നേഹിച്ചിരുന്നത്. സത്യം പറയടാ, എന്തിനാ നിങ്ങൾ അവരെ കൊന്നത്? സർ, ഹംനെ കുച്ച് നഹീ കിയ. ശനിവാർ ഞങ്ങൾ നാട്ടിൽ പോയതാണ്. പോകുമ്പോൾ അമ്മ ഞങ്ങൾക്ക് അച്ചാർ തന്നതാണ്. അല്ലേ ബൈ? അതെടാ ചെറ്റകളെ, അമ്മയുടെ കയ്യിൽ നിന്ന് നല്ല വാങ്ങി നക്കിയിട്ട് അവസാനം അവരെ തന്നെ ഇല്ലാതാക്കിയല്ലടാ. നിന്നോടല്ലടാ പറഞ്ഞു മിണ്ടായിരിക്കാൻ. കേറുന്നിക്കടി, പറയടി. വീട് പണിക്കുള്ള പൈസക്ക് വേണ്ടി നീ അവരെ തന്നെ ഇല്ലാതാക്കി അല്ലേ? ഇല്ല സാറേ, കെട്ടിയവന് കിട്ടിയ കുറിപ്പണം കൊണ്ടാ വീണ്ടും വീട് പണി തുടങ്ങാൻ തീരുമാനിച്ചത്. സാറേ, ഇവള് പറഞ്ഞത് സത്യമാണ്. ഞങ്ങൾ അന്വേഷിച്ചാണ്. മാറി നിൽക്ക്. എന്നാ പിന്നെ ഇവന്മാര് തന്നെ. സത്യം പറയടാ, ഇല്ലെങ്കിൽ പച്ചിറക്കിലുകൊണ്ടൊരു പ്രയോഗമുണ്ട്. സത്യമാണ് സർ പറഞ്ഞത്. ഞങ്ങൾ ശനിവാർ നാട്ടിൽ പോയതാണ്. പിന്നെ 3 ദിവസം മുമ്പ് പോലീസ് ഞങ്ങളെ പിടിച്ചുകൊണ്ടുവന്നു. അപ്പോഴാണ് അമ്മ മരിച്ചു പോയ വിവരം ഞങ്ങൾ അറിയുന്നത്. സാറേ, ശനിയാഴ്ച വൈകുന്നേരം ഇവർ രണ്ടുപേരും അങ്ങാടിപ്പുറത്ത് ട്രെയിൻ കയറുന്നത് കണ്ടവരുണ്ട്. ശരിയാണ്. സത്യത്തിൽ രണ്ടുപേരും നിങ്ങൾ വിചാരിക്കുന്ന പോലെ ബംഗാളികളല്ല. ഒരാൾ മഹാരാഷ്ട്രക്കാരനും മറ്റാൾ ആസാമിയുമാണ്. ഷൊർണൂർ എത്തും വരെ ഇവർ ഒരുമിച്ചായിരുന്നു. അവിടെ നിന്നും ഇവരിൽ ഒരാൾ നാട്ടിലേക്ക് പോയി. പക്ഷേ ഇവൻ നേരെ ഷൊർണൂർ ഇറങ്ങി, അന്നവിടെ തങ്ങി, ഞായറാഴ്ച രാത്രി തിരിച്ചു വന്ന് കൃത്യം നടത്തി. എന്നിട്ട് അന്ന് തന്നെ തിരിച്ച് നാട്ടിലേക്ക് പോയി. സൈബർ സെല്ലിന്റെ സഹായത്തോടെ ഇവന്റെ മൊബൈൽ ഫോൺ ലൊക്കേഷൻ എല്ലാം ഞങ്ങൾ ട്രേസ് ചെയ്തിട്ടുണ്ട്. പിടിച്ചു മാറ്റാനെ. മോഷ്ടിച്ച പണ്ടുമാണ് എവിടെടാ? अरे बोल, चोरी किया सोना और कैश किधर है? ഇവന്മാരെയൊക്കെ നമ്മൾ അതിഥിനെ വിളിച്ച് ഒരു വിവരം അന്വേഷിക്കാതെ സ്വന്തം വീട്ടിൽ കയറ്റി താമസിപ്പിക്കും. മിക്കവാറും ഇവർ സ്വന്തം നാട്ടിൽ വല്ല കുറ്റകൃത്യം ചെയ്ത് വന്നവരായിരിക്കും. നമുക്ക് എല്ലാവരും ബംഗാളികളാണ്. എന്തായാലും ഇത് മറ്റുള്ളവർക്കൊരു പാഠമാണ്. നമ്മളെ സതീശനല്ലേ പറഞ്ഞു. സതീഷ വാ. സതീഷ, കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് ഞാനിനി തിരിച്ചു പോവാം. നീ എന്തോ ബിസിനസ് തുടങ്ങണം എന്ന് പറഞ്ഞിരുന്നല്ലേ? വീട് സ്ഥലമൊന്നും വിൽക്കാൻ നിൽക്കണ്ട. ഞാൻ എന്റെ അക്കൗണ്ടിലേക്ക് കുറച്ച് ക്യാഷ് ഇട്ടിട്ടു. ഒരു ചെറിയ ബിസിനസ് തുടങ്ങാൻ അതിനെ ധാരാളം. പിന്നെ ഞാൻ ഇനിയെങ്കിലും കൂടിയൊക്കെ നിർത്തിയിട്ടേ നല്ലവനാവാൻ നോക്ക്. നമ്മളെ ഞാൻ കുടിയൊക്കെ നിർത്തി. ഇനിയിപ്പോ ദാഹിക്കുമ്പോ മാത്രമേ കുടിക്കൂ. നീയൊന്നും നന്നാവില്ലടോ.